മരുന്ന് കഴിച്ചിട്ടും തെറാപ്പിയും കൗൺസിലിംഗും കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അസുഖം മാറുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള സാഹചര്യം എന്താണെന്ന് കൂടെ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളിൽ ചെലുത്തുന്ന സ്ട്രെസ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊന്നും മാറാതെ നിൽക്കുന്നത്. നമുക്കൊരിക്കലും മരുന്ന് കഴിച്ചാൽ മറ്റുള്ളവരുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് പോവുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി നിങ്ങളുടെ ചുറ്റുമുള്ളവരാണ് പ്രശ്നം, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ എനിക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ കുറയുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റത്തിന് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ സ്ട്രെസ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ചെന്നെത്തും. അപ്പോൾ ഈ പറയുന്ന ചുറ്റുള്ള ഒരാളും നമുക്ക് സഹായിക്കാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് സ്വബോധമുള്ള കാലത്ത്, നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന കാലത്ത് തന്നെ ഈ പറയുന്ന മാറ്റങ്ങൾ വരുത്തുക. അതായത് സാഹചര്യങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വരും തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം. നമുക്ക് കുറച്ച് സെൽഫ് ലവും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.